ഉച്ച കഴിച്ച ബിരിയാണിയുടെ ഹാങ് ഓവറൊക്കെ മാറിയിട്ട് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ബൈക്കും എടുത്ത് കറങ്ങാനിറങ്ങി. അപ്പോഴേക്ക് നല്ല തണുപ്പൊക്കെ വരാൻ തുടങ്ങി. ആ കാണുന്നതാണ് വാൽപ്പാറ ടൗൺ. തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ആ ടൗൺ കാണാൻ എന്താലേ ഭംഗി. ചുറ്റിക്കറങ്ങാനുള്ള സ്ഥലം തിരിഞ്ഞപ്പോൾ ആദ്യം കണ്ണിൽപ്പെട്ടത് കുഴങ്ങൽ റിവറാണ്. എത്ര ക്ലിയർ ആയിട്ടുള്ള വെള്ളാണെന്നോ. കാല് തൊട്ടപ്പോൾ തണുപ്പിങ്ങനെ അരിച്ചു കയറി. തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയാട്ടോ ഈ നദി ഇങ്ങനെ ഒഴുകുന്നേ. ഉരുളൻ കല്ലുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഒഴുകുന്ന നദി. എന്ത് ഭംഗിയാന്നോ. ദാ ആകാശത്തിലേക്ക് നോക്കിയേ, സ്വർഗത്തിൽ നിന്ന് ആരും ടോർച്ച് അടിക്കുന്ന പോലെ. വെറുതെ അല്ല വാൽപ്പാറയ്ക്ക് 7ാം സ്വർഗം എന്ന് പേര് കിട്ടിയേ. ഇവിടുത്തെ നദിയും കുന്നും ആകാശവും എല്ലാം അത്രയും മനോഹരമാണ്. സിരിക്കുണ്ട ടീ ഫാക്ടറി വഴിയാണ് പിന്നെ ഞങ്ങൾ പോയത്. അവിടെ നിന്ന് ഒരു പാക്കറ്റ് തേയിലയും വാങ്ങി എങ്ങോട്ടൊന്നില്ലാതെ മുന്നോട്ട് പോയപ്പോൾ കുറെ പോത്തിനെയും പിന്നെ ഒരു കാട്ടുകോഴിനെയും പിന്നെ നമ്മളെ മയിലിനെയും കുട്ടികളെയും കണ്ടുട്ടോ. എന്താലേ പഴയൊരു തമിഴ് ഫിലിമിലേക്ക് ചെന്ന പോലൊരു ഫീല്. നേരെ ഇരുട്ടി തുടങ്ങിയപ്പോഴേക്കും വാൽപ്പാറ ടൗണിലേക്ക് വെച്ച് പിടിച്ചു. അയ്യപ്പൻ വിളക്ക് എന്തോ നടക്കണം കൊണ്ട് ടൗൺ മുഴുവൻ ലൈറ്റിൽ കുളിച്ചു നിൽക്കാറുന്നു. മൊത്തത്തിലൊരു ഉത്സവ വൈബ്. തണുപ്പത്തൊരു ഹോട്ട് ചോക്ലേറ്റ് കഴിക്കാതെ എങ്ങനെയാ. നേരെ വാൽപ്പാറ ടൗണിൽ തന്നെയുള്ള ടോപ്പ് ടച്ച് ചോക്ലേറ്റ് ഷോപ്പിലേക്ക് കയറി. ഒരു ഹോട്ട് ചോക്ലേറ്റിന് ഓർഡർ കൊടുത്തു. സ്പൂണ് കൊണ്ട് കുത്തി നോക്കിയപ്പോഴാണ് ഇത്രയും ചൂടുണ്ടെന്ന് മനസ്സിലായേ. മാർഷ്മെല്ലോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഊതി ഊതി വായിലേക്ക്. ആദ്യം തന്നെ ഒരു കയ്പാണ് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് മാർഷ്മെല്ലോ കൂട്ടി കഴിച്ചു നോക്കി. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടി. പിന്നെ ചോക്ലേറ്റിന്റെ ആ മത്ത് പിടിപ്പിക്കുന്ന രുചി നാവിലേക്ക്. ഒരു ഹോട്ട് ചോക്ലേറ്റിന് 80 രൂപയായിട്ടോ റേറ്റ് വന്നത്. അത് കഴിഞ്ഞ് നേരെ റൂമിക്ക്. ഡിസംബർ ലാസ്റ്റിൽ പോയതുകൊണ്ട് തന്നെ ഹോട്ടലൊക്കെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമായിരുന്നു. അതിരാവിലെ എണീറ്റ് നമ്മളീ പോകുന്നത് തലനാർ വ്യൂ പോയിന്റിലേക്കാണ്. പോകുന്ന വഴിയിൽ ബൈക്കിന്റെ സൗണ്ട് കേട്ട് കിളികളൊക്കെ റോഡിന്ന് പറന്നിങ്ങനെ പോണിണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഭൂമി ഉണരുന്ന ഈ സമയത്താട്ടോ പ്രകൃതി ഏറ്റവും സുന്ദരിയാകുന്നത്. തേയിലത്തോട്ടങ്ങളും പൈൻ മരങ്ങളും ഓറഞ്ച് നിറത്തിലുള്ള ആകാശവും. മുന്നോട്ട് പോകുന്നതിനോടൊപ്പം തണുപ്പ് നമ്മളെ കൂടുതൽ കവർ ചെയ്യാൻ തുടങ്ങി. ഓരോ ഹെയർ പിന്നിലും അവിടെ കണ്ടുവരുന്ന ഓരോ മൃഗങ്ങളുടെയും നെയിം ഇട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ ഒരു ബോർഡിലെ പുലി. കാടിനിടയിലൂടെയുള്ള ഈ വഴിയിലെ വളവി നോക്കി പുലി ചാടിയാൽ എന്ത് ചെയ്യാനാലേ എന്ന എൻ്റെ ചോദ്യത്തിന് നമ്മളൊന്നും ചെയ്യണ്ട, ബാക്കിയൊക്കെ പുലി ചെയ്തോളൂ എന്നായിരുന്നു എൻ്റെ കെട്ടിയോൻ്റെ ഉത്തരം. അങ്ങനെ വീണ്ടും തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങി. വാൽപ്പാറയിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് രേഖപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് തലനാർ. തലനാർ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടോ. എൻട്രി ഫീ ഒക്കെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ബട്ട് നല്ല കത്തി ഫീ ആയിരുന്നു. ഓരോരുത്തർക്കും 100 രൂപയും പ്ലസ് നമ്മുടെ ബൈക്കിന് ഒരു എക്സ്ട്രാ 100 രൂപയും. എസ്റ്റേറ്റ് റോഡൊക്കെ കടന്നതോടുകൂടി നമ്മളെ കണ്ണിനെ വായിക്കുന്ന കാഴ്ചകളും കണ്ടു തുടങ്ങി. തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന റോഡ്, ചെങ്കുത്തായി ഇറക്കങ്ങളിലൂടെയുള്ള യാത്ര. അങ്ങനെ നമ്മളെ തലനാർ വ്യൂ പോയിന്റ് എത്തി. ബട്ട് ആള് പറഞ്ഞ വ്യൂ പോയിന്റ് ഇത് തന്നെയാണോന്ന് ഉറപ്പില്ലാത്തോണ്ട് വീണ്ടും ഞങ്ങൾ മുന്നോട്ട് പോയി. ദാ ആ മലയോരത്ത് അലഞ്ഞു നടക്കുന്ന ഒരു കൂട്ടം കാട്ടികൾ അഥവാ ഇന്ത്യൻ കാട്ടുപോത്ത്. പിന്നെ മുന്നോട്ട് പോയപ്പോ ഒരു മയിൽ മുൻപിൽ പെട്ടു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ വെള്ളമില്ലാത്തൊരു വെള്ളച്ചാട്ടം. ഞങ്ങളുടെ വഴി തെറ്റിന്ന് മനസ്സിലായപ്പോ വണ്ടി തിരിച്ചു. സൂര്യന്റെ കിരണങ്ങളുടെ ശക്തി കൂടി തുടങ്ങിയിട്ടോ. അങ്ങനെ ഞങ്ങൾ നേരത്തെ കണ്ടത് തന്നെയാണ് ഒറിജിനൽ വ്യൂ പോയിന്റ് എന്ന സത്യം മനസ്സിലാക്കി ഗൈസ്. വണ്ടി താഴെ വെച്ച് സ്റ്റെപ്പ് വഴി മുകളിലേക്ക്. അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര അടിപൊളിയാണ്. 360 ഡിഗ്രിയിൽ മുഴുവൻ മലകൾ, കോടയിൽ മൂടിക്കിടക്കുന്ന കുന്നുകൾ, അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശം, ആകാശത്തിന്റെ നീലയും കാടിന്റെയും തേയിലത്തോട്ടങ്ങളുടെ പച്ചപ്പും ഏതോ ചിത്രകാരൻ വരച്ച സീനറി പോലെ. അവിടെ നിന്ന് തിരിച്ചിറങ്ങി നമ്മൾ നേരെ പോയത് ബാലാജി ടെമ്പിളിലേക്കാണ്. പോകുന്ന വഴിയിൽ നമ്മളെ പേടിപ്പിക്കാനായി ഘടാഘടിയനായ ഒരു കാട്ടുപോത്തിനെ കണ്ടുട്ടോ. മുന്നോട്ട് പോകുന്തോറും വാൽപ്പാറയുടെ എല്ലാ സൗന്ദര്യവും നിറഞ്ഞ കാഴ്ചകൾ കൂടി വന്നു. അങ്ങനെ കരുമലൈ ടീ എസ്റ്റേറ്റ് റോഡിലെത്തി. ഈ എസ്റ്റേറ്റിനുള്ളിലാട്ടോ ബാലാജി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. പെരിയ കരുമലൈ എസ്റ്റേറ്റിന്റെ ഓണർഷിപ്പിലാണ് ഈ ടെമ്പിൾ ഉള്ളത്. ഇവിടത്തെ വിഗ്രഹം ഫുള്ള് ഗോൾഡിൽ പണിതാട്ടോ. തിരിച്ചിറങ്ങി വാൽപ്പാറയിലെ റൂമിലേക്ക് എത്തി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ചെക്കൗട്ടും ചെയ്ത് ഇറങ്ങി. പോകുന്ന വഴി ആളിയാർ ഡാമിന്റെ അതിമനോഹരമായ വ്യൂ കണ്ടു. പിന്നെ തമിഴ്നാടിന്റെ നാട്ടുവഴികളിലൂടെ ഒരു മടക്കയാത്ര. കേരളത്തിന്റെ ഈ ബോർഡും ക്യാമറയും കണ്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. പിന്നെ നമ്മുടെ കൊല്ലങ്കോടും കുതിരാൻ ടണലും ഒക്കെ കഴിഞ്ഞ് മുരിങ്ങൂരിലെ ടോണിക്കോ കഫേന്ന് ഫുഡും കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു. അപ്പൊ ഓക്കെ,